ഇക്കണ്ട ആൾക്കാരൊക്കെ ചായപ്പൊടി വാങ്ങാനാണ് കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അല്ല, നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസവും സമ്മാനങ്ങൾ കിട്ടിയാൽ 40 രൂപ മുടക്കിയിട്ട് ആരാ ചായപ്പൊടി വാങ്ങാതിരിക്കുക? ചായ കുടിച്ചുകൊണ്ട് കോടീശ്വരനാവണോ? എങ്കിലേ നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കുഞ്ഞ് ഔട്ട്ലെറ്റ് ആണ് ബോച്ചേട്ടിയുടെ. അപ്പോൾ ഇവിടെ വന്ന് ചായപ്പൊടി വാങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും ലക്ഷക്കണക്കിന് സമ്മാനങ്ങളാണ്, കോടിക്കണക്കിന് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു മില്യണർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. പയ്യോളിക്കടുത്ത് തുറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റാനിഷ് ബ്രോന്റെ കുഞ്ഞു കടയുള്ളത്. അപ്പൊ നമുക്ക് ഉള്ളോട്ട് പോകാം. ഇത് പയ്യോളിക്കാരുടെ സ്വന്തം റാനിഷ് ബ്രോ അല്ലേ? അപ്പൊ നമ്മുടെ കട ഇന്ന് ഉദ്ഘാടനം ചെയ്ത ആളെയും കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലെ പാട്ടുകാരൻ, കലാകാരൻ മണിദാസ് സാർ. ഓക്കെ, എന്താ പറയാനുള്ളത്? ഇപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നമ്മുടെയൊക്കെ നാടിന്റെ എല്ലാവരും അഭിമാനമായ റാനിഷ് ഇന്ന് നമ്മുടെ ബോച്ചേട്ടിയുടെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടന ചടങ്ങുകൂടെ കഴിഞ്ഞു. എന്തായാലും ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമ്മുടെ റാനിഷിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നന്മയുടെ പ്രതീകമായ പ്രിയപ്പെട്ട ബോച്ചെ നമുക്ക് 40 രൂപയ്ക്ക് ഒരു ടീ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതില് ഒരുപാട് സമ്മാനങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ 25 കോടി, അതുപോലെ തന്നെ 10 ലക്ഷം കോട്ടത്തിന് സമ്മാനം, പിന്നെ കാറുകള്, വിവിധ സമ്മാനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബോച്ചേട്ടിയാണ്. അതിന്റെ ഒരു കടയാണ് റാനിഷ് തുടങ്ങിയിരിക്കുന്നത്. ഇത് പയ്യോളിക്കാരുടെ സ്വന്തം റാനിഷ് ബ്രോ അല്ലേ? അപ്പൊ നമ്മുടെ കട ഇന്ന് ഉദ്ഘാടനം ചെയ്ത ആളെയും കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലെ പാട്ടുകാരൻ, കലാകാരൻ മണിദാസ് സാർ. ഓക്കെ, എന്താ പറയാനുള്ളത്? ഇപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നമ്മുടെയൊക്കെ നാടിന്റെ എല്ലാവരും അഭിമാനമായ റാനിഷ് ഇന്ന് നമ്മുടെ ബോച്ചേട്ടിയുടെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടന ചടങ്ങുകൂടെ കഴിഞ്ഞു. എന്തായാലും ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമ്മുടെ റാനിഷിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നന്മയുടെ പ്രതീകമായ പ്രിയപ്പെട്ട ബോച്ചെ നമുക്ക് 40 രൂപയ്ക്ക് ഒരു ടീ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതില് ഒരുപാട് സമ്മാനങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ 25 കോടി, അതുപോലെ തന്നെ 10 ലക്ഷം കോട്ടത്തിന് സമ്മാനം, പിന്നെ കാറുകള്, വിവിധ സമ്മാനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബോച്ചേട്ടിയാണ്. അതിന്റെ ഒരു കടയാണ് റാനിഷ് തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഈ ഒരു പ്രയാണത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഈ നമ്മുടെ റാനിഷ് മുന്നോട്ട് ഒരു കൈത്താങ്ങായി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എല്ലാ കാശും ഭയങ്കര സന്തോഷമില്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ അത് മാത്രല്ല, റാനിഷ് നല്ലൊരു കലാകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, പാടും. റാനിഷിനെ ഒരു പാട്ടൊക്കെ പാടിപ്പിക്കാൻ നമുക്ക് അല്ലേ? റാനിഷ് ആദ്യം റാനിഷ് പാട്ട് പാടുന്നതിന് മുന്നേ പാട്ട് പാടേണ്ട ഒരാളുണ്ട് അല്ലേ? ആരെ? രണ്ട് വരി പാടിപ്പിക്കണ്ടേ നമുക്ക്? അപ്പൊ എന്തായാലും ഞാൻ മണിദാസ് പയ്യോളി, കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ട്. റാനിഷിന് എത്ര വയസ്സായി? ഇപ്പം 28 വയസ്സായി. ഇപ്പൊ 28ാമത്തെ വയസ്സിൽ റാനിഷ് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലേ? എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇവിടെ വന്ന് റാനിഷിന്റെ അടുത്തുനിന്ന് ചായപ്പൊടി വാങ്ങിക്കണം. അപ്പൊ ഇത് വാങ്ങിച്ച എന്താ പറയാ, വെറുതെ വാങ്ങിച്ചു പോകുന്നത് മാത്രല്ല, ഇത് വാങ്ങിക്കുന്നവർക്കൊക്കെ എന്തും കൂടെ കിട്ടും, സമ്മാനം കിട്ടും. അതാണല്ലേ? ജന്മനാളുള്ള ഒരു അസുഖം മൂലം റാനിഷ് ബ്രോക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റിയ സാഹചര്യത്തിലല്ല. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരുടെ സപ്പോർട്ട് റാനിഷ് ബ്രോക്ക് ഉണ്ട്. കൂട്ടത്തിൽ നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പയ്യോളി തുറയൂറുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ പോയിട്ട് ഒന്ന് ചായപ്പൊടി വാങ്ങണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.